പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 5-ന് വരുന്ന ജനുവരി 5-ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ്. അന്നാണ് വി ഡി സതീശനെതിരെ കടകംപള്ളി കൊടുത്ത മാനനഷ്ട കേസിന്റെ അടുത്ത ഹിയറിംഗ്. ആ ദിവസം നിർണായകമാണ്. കടകംപള്ളിക്കെതിരെ തന്റെ കൈവശമുള്ള സകല തെളിവും വി ഡി സതീശൻ അന്ന് കോടതിയിൽ സമർപ്പിക്കും. അതോടെ മിക്കവാറും കടകംപള്ളി ജയിലിലുമാകും. കടകംപള്ളിക്ക് ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അതെങ്ങനെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു അഭ്യർത്ഥന, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. അതുപോലെ ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ സന്നദ്ധരായവർ 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു ചെറിയ സംഭാവന അയക്കുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വി ഡി സതീശനെ അറിയാമല്ലോ, ആൾ ചില്ലറക്കാരനല്ല. ഗവേഷണം നടത്തി ആഴത്തിൽ പഠിച്ചും മനനം ചെയ്തും മാത്രം വാതുറക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ആ വി ഡി സതീശനെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ധൈര്യം കാണിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ അബദ്ധം. വി ഡി സതീശന്റെ ഇന്നലത്തെ പത്രസമ്മേളനമാണ് ഏറ്റവും നിർണായകമായത്. ആ പത്രസമ്മേളനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ കണക്കറ്റ് പരിഹസിച്ചിട്ടുണ്ട് വി ഡി സതീശൻ. ആ പത്രസമ്മേളനം കണ്ടാൽ കടകംപള്ളി ജനുവരി 5 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് SITയുടെ മുന്നിൽ കീഴടങ്ങുക. നമുക്ക് വി ഡി സതീശന്റെ ആ വാക്കുകൾ കേൾക്കാം. മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ? എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവാചനാക്കാൻ പറ്റുമോ? സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും, എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും, ഞാൻ തെളിവുകൾ ഹാജരാക്കും. അപ്പോഴല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു കൂവാണ്, വിളിച്ചു പറയുവാണ്, ഉറക്കെ വിളിച്ചു പറയാ. സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് പോലും അറിയാത്ത കടകംപള്ളി തനിക്കൊരിരേ അല്ല എന്ന് തീർത്ത് തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോടതി പറഞ്ഞാലേ തെളിവ് കൊടുക്കാൻ പറ്റൂ. ഇതുവരെ തന്നോട് തെളിവ് കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തെളിവ് കൊടുത്തിട്ടുമില്ല. തെളിവ് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ തനിക്കറിയാം. അതിന് കടകംപള്ളി കൂടെ കൂടെ തന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. കാര്യം ശരിയല്ലേ? തെളിവ് എവിടെ എന്നിങ്ങനെ ചോദിച്ച് കടകംപള്ളി സതീശന്റെ പിന്നാലെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സിവിലും ക്രിമിനലുമായ എല്ലാ പ്രൊസീഡിങ്സും അരച്ചു കലക്കി കുടിച്ച വൈജ്ഞാനിക അഭിഭാഷക പ്രതിഭയാണ് അദ്ദേഹം. സമയമാകുമ്പോൾ തെളിവ് കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇമാതിരി പ്രകോപനമുണ്ടാക്കേണ്ട കാര്യം തീരെയുമില്ല. എന്നാലും കടകംപള്ളിയുടെ ഒരു അഹങ്കാരം നോക്കൂ. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? സതീശനെ പ്രകോപിപ്പിച്ച് എത്രയും വേഗം തെളിവ് കോടതിയിലെത്തിച്ച് സ്വന്തം കുഴി തോണ്ടുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അത് തിരിച്ചറിയാൻ മാത്രം ഒരു രാഷ്ട്രീയ ബോധമില്ലാത്തയാളാണോ കടകംപള്ളി സുരേന്ദ്രൻ? വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്താണ് നാം പറയുക? അതിഗുരുതരമായ ഒരു ആരോപണമാണ് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ചത്. ആ ആരോപണമാണ് ഈ കേസിന് അടിസ്ഥാനം. അപ്പൊ നമുക്ക് ആ ആരോപണം എന്താണ് എന്ന് ഒന്നുകൂടി പരിശോധിക്കാം. ഞങ്ങൾക്ക് പറയാനുള്ളത്, അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. കടകംപള്ളി ഇതിന്റെ ഇടനിലക്കാരനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുകൊണ്ട് ദ്വാരപാലക ശില്പം വിൽക്കാൻ കൂട്ടുനിന്നു അന്നത്തെ ദേവസ്വം ബോർഡ്. 2025 ഒക്ടോബർ 8-നാണ് വി ഡി സതീശൻ ഈ ആരോപണം ഉന്നയിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം കടകംപള്ളി സുരേന്ദ്രൻ ഇടനില നിന്ന് ഏതോ കോടീശ്വരന് വിറ്റു. അതായിരുന്നു ആരോപണം. വളരെ ഗുരുതരമല്ലേ ഈ ആരോപണം? കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയായിരുന്നില്ലേ കടകംപള്ളി ചെയ്യേണ്ടിയിരുന്നത്? പകരം എന്താണ് ചെയ്തത്? ആരോപണം തെളിയിക്കാൻ അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ വി ഡി സതീശനെ വെല്ലുവിളിച്ചു. ഇതായി ഇങ്ങനെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണം. എന്ത് അക്രമമാണെന്ന് നോക്കൂ. സതീശന്റെ ആരോപണം തെളിഞ്ഞാൽ കടകംപള്ളി ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം സതീശനെ തിരിച്ചു വെല്ലുവിളിച്ചത്. താൻ ഇടനില നിന്ന് ഏത് കോടീശ്വരനാണ് ദ്വാരപാലക ശില്പം വിറ്റത് എന്ന് സതീശൻ തെളിയിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകണം. ഇതായിരുന്നു കടകംപള്ളിയുടെ വെല്ലുവിളി. വല്ല കാര്യമുണ്ടായിരുന്നു ഇങ്ങനെ വെല്ലുവിളിക്കാൻ? സത്യത്തിൽ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിന് വിരാമം കുറിക്കാനുള്ള ഒരു കുരുക്ക് സ്വയം കഴുത്തിലണിയുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത്. ഓർക്കുക, 2025 ഒക്ടോബർ 8-നാണ് വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ചത്. അന്ന് തന്നെ നിയമസഭയിൽ കടകംപള്ളിയുടെ വെല്ലുവിളിയും വന്നു.
ജനങ്ങളും CPM-കാരും ആകാംക്ഷയുടെ മുൾമുനയിലായി. ആരെയാണ് കടകംപള്ളി വെല്ലുവിളിച്ചിരിക്കുന്നത്? VD സതീശനെ. എന്തും പഠിച്ചു മാത്രം പറയുന്ന, എല്ലാ തെളിവുകളും കയ്യിലുണ്ടെങ്കിൽ മാത്രം ആരോപണം ഉന്നയിക്കുന്ന VD സതീശനെ തനിക്കെതിരെയുള്ള ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് സതീശൻ പോകണമെന്നായിരുന്നു വെല്ലുവിളി. കടകംപള്ളിയുടെ ഇടപാട് തീർന്നു എന്ന് തന്നെ എല്ലാവരും കരുതി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അന്നും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ഒന്നും ഒരു തെളിവും സതീശൻ ഹാജരാക്കിയില്ല. ഓർക്കുക, ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏതോ കോടീശ്വരന് വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി ഇടനില നിന്നു എന്നായിരുന്നു ആരോപണം. കടകംപള്ളി അത് ചെയ്തെങ്കിൽ ഒരു നിമിഷം വൈകാതെ ജയിലിൽ അടക്കേണ്ട ഹീനമായ കുറ്റകൃത്യമാണ്. അതിനുള്ള തെളിവുകളാണ് VD സതീശന്റെ കയ്യിലുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ പൊതുസമൂഹത്തിൽ തെളിവ് ഹാജരാക്കി കടകംപള്ളിയെ അകത്താക്കാൻ VD സതീശൻ തയ്യാറായില്ല. എല്ലാവരും വിചാരിച്ചത് കടകംപള്ളി വെല്ലുവിളിച്ചതിന്റെ തൊട്ടു പിറ്റേന്ന് VD സതീശൻ കടകംപള്ളിയുടെ വെടി തീർക്കുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒക്ടോബർ 8 കഴിഞ്ഞ് നവംബർ 23 അതാ വരുന്നു വീണ്ടും VD സതീശൻ. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമായിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളി സുരേന്ദ്രൻ. 2018-19 കാലത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം. 2019 ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. തെളിവൊന്നും ഹാജരാക്കിയില്ലെങ്കിലും ആരോപണം അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ചു. തന്റെ കൈവശം തെളിവുണ്ടെന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. നവംബർ 23 സൂര്യൻ പതിവ് പോലെ പടിഞ്ഞാറ് ചാഞ്ഞു. പിറ്റേന്ന് കിഴക്ക് പൊങ്ങി. അന്നും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ഒന്നും സംഭവിച്ചില്ല. ഒരു തെളിവും VD സതീശൻ കടകംപള്ളിക്കെതിരെ ഹാജരാക്കിയില്ല. കടകംപള്ളിയെ അദ്ദേഹം വെറുതെ വിട്ടു കാണും എന്ന് തന്നെ എല്ലാവരും കരുതി. അപ്പോഴതാ 2025 നവംബർ 27 VD സതീശന്റെ അടുത്ത പത്രസമ്മേളനം. കടകംപള്ളിക്ക് അറിയാമായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടോളാന്ന് പറഞ്ഞത്. അപ്പൊ കടകംപള്ളി ആദ്യം ഗവൺമെന്റിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്രോച്ച് ചെയ്തത്, കടകംപള്ളി വഴി. കടകംപള്ളി പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. ആ കത്തിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം. 2017 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളിയാണ്. അതിനൊക്കെയുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് തന്നെ 2025 നവംബർ 27 VD സതീശൻ പറഞ്ഞു. അപ്പോഴെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. കടകംപള്ളിയെ ഒറ്റയടിക്ക് തീർക്കാനല്ല VD സതീശന്റെ പ്ലാൻ, ഇഞ്ചിഞ്ചായി അവസാനിപ്പിക്കുകയാണ്. വിഷയം ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കോടീശ്വരനെ വിൽക്കാൻ ഇടനില നിന്നതാണ്. അങ്ങനെ ഒരു കൃത്യം ചെയ്തയാളെ ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായി വേണം കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെയാണ് VD സതീശൻ ചെയ്യുന്നതെന്ന് എല്ലാവരും കരുതി. അങ്ങനെ കരുതി ഇന്ന് തീയതി 2026 ജനുവരി 3. ഒരു തെളിവും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ആർക്കായാലും ക്ഷമ നശിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, കടകംപള്ളി സുരേന്ദ്രനും എന്തൊരു ടെൻഷനായിരിക്കും അനുഭവിക്കുക. തന്നെ കൊടുക്കാനുള്ള തെളിവ് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് ആദ്യ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ. പക്ഷെ കഠിനഹൃദയനായ VD സതീശൻ എല്ലാ പഴുതുകളും അടച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു, കടകംപള്ളി അങ്ങനെ ധൃതി പിടിക്കേണ്ട, തെളിവ് വരും, വന്നിരിക്കും. ഇതിനിടയിൽ കേസ് വന്ന കഥ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. അതാണ് കടകംപള്ളി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. തനിക്കെതിരെ VD സതീശൻ ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ, അതായത് 2025 ഒക്ടോബർ 8 തന്നെ കടകംപള്ളി സുരേന്ദ്രൻ VD സതീശൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ആരോടാണ് കളിക്കാൻ ഇറങ്ങിയത്? VD സതീശനോട്. സകല കോടതി പ്രൊസീജിയറും അരച്ചു കലക്കി 3 നേരം സേവിക്കുന്ന VD സതീശനോടാണ് കളിക്കാൻ ഇറങ്ങിയത്. ഓർമ്മിക്കണ്ടേ അതൊക്കെ? കടകംപള്ളിയുടെ വക്കീൽ നോട്ടീസിന് 2025 ഒക്ടോബർ 17 VD സതീശൻ മറുപടി അയച്ചു. ആ മറുപടി വായിച്ചെങ്കിലും കടകംപള്ളി പിന്മാറേണ്ടതായിരുന്നു. കാരണം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കേസിനിറങ്ങിയ ഒരു വാദിക്കും ലഭിക്കാത്ത അതിഗംഭീരമായ ഒരു ഓഫറാണ് VD സതീശൻ കടകംപള്ളിക്ക് മുന്നിൽ വെച്ചത്. അത് സ്വീകരിക്കാതിരുന്നത് കടകംപള്ളിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാമത്തെ അബദ്ധം. കടകംപള്ളിയുടെ വക്കീൽ നോട്ടീസിനുള്ള VD സതീശന്റെ മറുപടി അവസാനിച്ചത് ഇങ്ങനെയാണ്: എന്റെ കക്ഷിക്കെതിരെ ആരംഭിച്ചിട്ടുള്ള അനാവശ്യ നിയമ നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങളുടെ കക്ഷിയോട് എന്റെ കക്ഷി ആവശ്യപ്പെടുന്നു. ഇത് നിങ്ങൾ തുടരുകയും എന്റെ കക്ഷിക്കെതിരെ ഏതെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയും ചെയ്താൽ അതുമൂലം എന്റെ കക്ഷിക്കുണ്ടായേക്കാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ചെലവുകൾക്കും നിങ്ങളുടെ കക്ഷിയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും ഉത്തരവാദികളായിരിക്കും. അതിനാൽ എന്റെ കക്ഷിക്കെതിരെ ആരംഭിച്ചിട്ടുള്ള അനാവശ്യ നടപടികൾ ഉപേക്ഷിക്കാൻ എന്റെ കക്ഷി നിങ്ങളെയും നിങ്ങളുടെ കക്ഷിയെയും സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഗംഭീരമല്ലേ? വാദി പ്രതിയോട് പറയുകയാണ്, ഞാൻ കേസിൽ തോറ്റാൽ നീയായിരിക്കും ഉത്തരവാദിയെന്ന്. അങ്ങനെ എനിക്കെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നിനക്കും നിന്റെ സ്വത്തുക്കൾക്കുമായിരിക്കും അതിന്റെ ഉത്തരവാദിത്വമെന്ന്. അതുകൊണ്ട് കേസിൽ നിന്ന് പിന്മാറാൻ നിന്നെ സ്നേഹപൂർവ്വം ഞാൻ ഉപദേശിക്കുന്നു എന്ന്. കോടതി വ്യവഹാരങ്ങളുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം ഏതെങ്കിലും പ്രതി വാദിക്ക് കൊടുത്തിട്ടുണ്ടോ? അതും വളരെ സ്നേഹപൂർവ്വം. ശബരിമലയിലെ ദ്വാരപാലക ശില്പവും മറ്റുമൊക്കെ കടകംപള്ളി ഇടനില നിന്ന് ഏതോ കോടീശ്വരന് വിറ്റുവെന്നാണ് ആരോപണം.
ആ ആരോപണം തെളിയിക്കാൻ ആദ്യം കടകംപള്ളി സതീശനെ വെല്ലുവിളിച്ചു. ആരോപണത്തിനൊരു തെളിവും എവിടെയും ഹാജരാക്കുന്നില്ല. എന്നാൽ പിന്നെ രണ്ടിലൊന്ന് അറിയാമെന്ന് കരുതി കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു. അതിനാണ് വിചിത്രമായ ഈ മറുപടി. എനിക്കെതിരെ കേസുമായി പോയിട്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കായിരിക്കും ഉത്തരവാദിത്വം എന്ന മുന്നറിയിപ്പ്. അതൊഴിവാക്കാൻ കേസിൽ നിന്ന് നീ പിന്മാറണമെന്ന് സ്നേഹബുദ്ധിയ ഉപദേശം. ഈ ഓഫറെങ്കിലും കടകംപള്ളി സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? പകരം സതീശനെ പ്രകോപിപ്പിച്ച് ജയിലിൽ പോയേ അടങ്ങുമെന്ന് വാശി. ആർക്കെങ്കിലും ഇനി കടകംപള്ളിയെ രക്ഷിക്കാൻ കഴിയുമോ? സതീശൻ പറഞ്ഞത് കാര്യമല്ലേ? 10 ലക്ഷം രൂപയ്ക്കാണ് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ കടകംപള്ളി ജയിച്ചാൽ വി.ഡി. സതീശൻ 10 ലക്ഷം കൊടുക്കേണ്ടി വരും. കടകംപള്ളി കേസിൽ ജയിച്ചാൽ സതീശന് 10 ലക്ഷം നഷ്ടം. അതിന് ഉത്തരവാദി കടകംപള്ളി അല്ലാതെ മറ്റാരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുമല്ല. അതാണ് വി.ഡി. സതീശൻ. കൃത്യമായ പോയിന്റ് അദ്ദേഹം പറയൂ. പഠിച്ച് ചിന്തിച്ച് പറയുന്നതിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും നമുക്ക് കാണാം. ഈ ഓഫറെങ്കിലും കടകംപള്ളി സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? അത് ചെയ്തില്ല. പകരം മാനനഷ്ട കേസുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. 2025 ഒക്ടോബർ 28 തിരുവനന്തപുരം 2ാം ക്ലാസ് അഡീഷണൽ സബ് ജഡ്ജിയുടെ കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ വി.ഡി. സതീശനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഇനി കോടതിയിൽ നടന്നതോ? വക്കീൽ നോട്ടീസിന്റെ മറുപടിയിൽ പറഞ്ഞതിനേക്കാൾ വിചിത്രമായ കാര്യങ്ങൾ. കടകംപള്ളി തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് തള്ളണമെങ്കിൽ എന്താണ് സതീശൻ ചെയ്യേണ്ടത്? തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹം കോടതിയിൽ സമർത്ഥിക്കണം. അതാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ വി.ഡി. സതീശൻ കടകംപള്ളിക്കെതിരെ എന്തിനൊക്കെ തെളിവുകൾ കൊടുക്കണം? ആരോപണം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. ശബരിമലയിലെ ദ്വാരപാലക ശില്പം കടകംപള്ളി സുരേന്ദ്രൻ ഇടനില നിന്ന് ഏതോ കോടീശ്വരന് വിറ്റു എന്നാണ് ആരോപണം. അപ്പൊ കടകംപള്ളി ഇടനില നിന്നതിനും ദ്വാരപാലക ശില്പം ആർക്കോ വിറ്റതിനുമൊക്കെയുള്ള തെളിവ് വി.ഡി. സതീശൻ കോടതിയിൽ ഹാജരാക്കണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ, അതായത് ഇക്കഴിഞ്ഞ ഡിസംബർ 30 SIT സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ദ്വാരപാലക ശില്പം ഏതോ കോടീശ്വരന് വിറ്റുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല. സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഇളക്കിക്കൊണ്ടുപോയി ചെന്നൈ അമ്പത്തൂരിൽ 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തു എന്നാണ് കേസ്. അല്ലാതെ ദ്വാരപാലക ശില്പം ഏതോ കോടീശ്വരന് വിറ്റു എന്നൊരു കേസ് SITക്കില്ല. അപ്പോൾ SITയുടെ അന്വേഷണ റിപ്പോർട്ട് കടകംപള്ളിക്കെതിരെ തെളിവായി ഹാജരാക്കാൻ വി.ഡി. സതീശന് കഴിയില്ല. പക്ഷെ ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഹൈക്കോടതിയുടെ 3 വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് താൻ ഉന്നയിച്ചത് എന്ന് വി.ഡി. സതീശൻ കോടതിയിൽ പറഞ്ഞു. അപ്പോഴും ഒരു സൗജന്യം അദ്ദേഹം കാണിച്ചു. ആ കോടതി വിധികളോ അതിലെ പ്രസക്തമായ പരാമർശങ്ങളോ മാർക്ക് ചെയ്ത് തെളിവായി ഹാജരാക്കാനൊന്നും സതീശൻ മെനക്കെട്ടില്ല. സത്യത്തിൽ അത് കടകംപള്ളിക്ക് നൽകിയ ഒരു സൗജന്യമായിരുന്നു. നോക്കൂ, ഇത് പറയുന്നത് ആരാണ്? സാക്ഷാൽ വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ വെച്ച് കോടതി എന്താണ് ചെയ്യേണ്ടത്? 3 ഹൈക്കോടതി വിധികളിൽ പറഞ്ഞ കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന് സതീശൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ കോടതി അത് വിശ്വസിക്കേണ്ടതാണ്. അത് വിശ്വസിച്ച് കടകംപള്ളിയുടെ കേസ് തള്ളേണ്ടതാണ്. അങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ആ കേസ് തോറ്റു എന്ന നാണക്കേടെ കടകംപള്ളിക്ക് വരുമായിരുന്നുള്ളൂ. പക്ഷെ കടകംപള്ളിയുടെ വക്കീൽ അവിടെ ഒരു അബദ്ധം കാണിച്ചു. ഇപ്പറഞ്ഞ 3 ഹൈക്കോടതി വിധികളും ആ വക്കീല് സബ് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ 3 വിധികളിലും വി.ഡി. സതീശൻ പറഞ്ഞതുപോലെയുള്ള പരാമർശങ്ങൾ കാണുന്നില്ല യുവർ ഓണർ. ദ്വാരപാലക ശില്പം ഇളക്കി കോടീശ്വരന് വിൽക്കാൻ കടകംപള്ളി ഇടനില നിന്നു എന്നായിരുന്നല്ലോ വി.ഡി. സതീശന്റെ ആരോപണം. അത് ഹൈക്കോടതി വിധികളിലുള്ള പരാമർശമാണെന്നാണ് വി.ഡി. സതീശൻ വാദിച്ചത്. പക്ഷെ സബ് ജഡ്ജിയും അവിടെ ഒരു അബദ്ധം കാണിച്ചു. ആ കോടതി വിധികൾ വായിച്ചു നോക്കി. അപ്പോഴോ സതീശൻ പറഞ്ഞതുപോലൊരു പരാമർശം ആ കോടതി വിധികളിൽ എവിടെയുമില്ല. കടുത്ത പ്രതിസന്ധിയല്ലേ ഉണ്ടായത്? വി.ഡി. സതീശൻ പറഞ്ഞതൊന്നും കോടതി വിധിയിലില്ലെന്ന് അറിഞ്ഞ ആ ജഡ്ജിയുടെ അവസ്ഥ എന്നാലോചിച്ചു നോക്കൂ. ആരുടെ വാദമാണ് ആവിയായത്? സിവിലും ക്രിമിനലും അടക്കം വന്നതും വരാനിരിക്കുന്നതുമായ സകല പ്രൊസീജിയറും അരച്ചു കലക്കി കുടിച്ച വി.ഡി. സതീശന്റെ വാദം പൊളിയുകയാണ്. ഇതെങ്ങനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ താങ്ങും? ഭൂമി പിളർന്ന് വഞ്ചിയൂരെ 2ാം ക്ലാസ് കോടതി അപ്പാടെ താഴേക്ക് പോകട്ടെ എന്ന് അവിടെ സന്നിഹിതരായിരുന്ന സകലരും പ്രാർത്ഥിച്ച നിമിഷമാണത്. പക്ഷെ അതൊന്നും വി.ഡി. സതീശനെ ബാധിച്ചില്ല. കോടതി വിധിയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞത് കടകംപള്ളി അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ്. രക്ഷപ്പെടാൻ കടകംപള്ളിക്ക് താല്പര്യമില്ലെങ്കിൽ വി.ഡി. സതീശൻ പിന്നെന്ത് ചെയ്യും? അനിവാര്യമായ വിധി സംഭവിച്ചേ തീരൂ. അങ്ങനെ വി.ഡി. സതീശൻ തന്റെ തുറുപ്പ് ചീട്ടിറക്കി. തന്റെ സ്വന്തം അന്വേഷണത്തിൽ എല്ലാം തെളിഞ്ഞിട്ടുണ്ടെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? SIT ആണ് ശബരിമല കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ശബരിമല കേസിൽ വി.ഡി. സതീശൻ സമാന്തരമായി ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതുവരെ ആരും അറിയാത്ത ഒരു അന്വേഷണം. ദ്വാരപാലക ശില്പം ഇളക്കി കോടീശ്വരന് വിൽക്കാൻ കടകംപള്ളി ഇടനില നിന്നുവെന്ന നിർണായകമായ വിവരം ആ അന്വേഷണത്തിലാണ് വി.ഡി. സതീശൻ കണ്ടെത്തിയത്. എന്നിട്ടും ദയാപരനായ പറവൂർ ശാസ്താവ്
കടകംപള്ളിയോട് അങ്ങേയറ്റം ദയ കാട്ടി. താൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഒരു തെളിവും ഹാജരാക്കി ഇന്നേ വരെ അദ്ദേഹം കടകംപള്ളിയെ ബുദ്ധിമുട്ടിച്ചില്ല. പണ്ടും അദ്ദേഹം ഇങ്ങനെയായിരുന്നു, ഓർമ്മയില്ലേ? മുനമ്പം ഭൂമി വഖഫാണെന്ന് പറയുന്നവർക്ക് അപ്പപ്പം മറുപടി പറയാനുള്ള രേഖകൾ ബാഗിൽ വെച്ച് ആ ബാഗ് മറ്റാരെയും കാണിക്കാതെ തന്റെ കാറിന്റെ ഡിക്കിയിൽ സദാസമയവും കൊണ്ടു നടന്ന നമ്മുടെ വി ഡി സതീശനെ. ഇല്ലെങ്കിൽ അപ്പം മറുപടി കൊടുത്തു പോകാനുള്ള എല്ലാ സാധനവും എന്റെ വണ്ടിയിലിരിക്കണ എന്റെ ബാഗിലുണ്ട്. ഇവിടെ നിന്ന് അത് കാണിച്ചാൽ വിവാദവും പല കാര്യങ്ങളും. കണ്ടോ, എല്ലാ തെളിവും ബാഗിലാക്കി കയ്യിൽ കൊണ്ടു നടക്കുമ്പോഴും അറിഞ്ഞുകൊണ്ടൊരു വിവാദമുണ്ടാക്കുന്ന ആളല്ല വി ഡി സതീശൻ. അതുപോലെ കടകംപള്ളിക്കെതിരെയുള്ള തെളിവുകളും ബാഗിലാക്കി കൊണ്ടു നടക്കുകയായിരുന്നു. കടകംപള്ളിയെ ദ്രോഹിക്കണ്ട എന്ന് കരുതി ഒന്നും വെളിയിൽ കാണിക്കാതെ ഇതുവരെ കൊണ്ടു നടന്നു. പക്ഷെ കടകംപള്ളി ചെയ്തതോ സതീശന്റെ അണ്ണാക്കിൽ നിരന്തരമായി കുത്തി പണി വാങ്ങി. ഓർക്കണം, 2025 ഒക്ടോബർ 8 മുതൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. ഇതുവരെ കോടതിയിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ഒരു തെളിവും ഹാജരാക്കി കടകംപള്ളിയെ ബുദ്ധിമുട്ടിക്കാൻ സതീശൻ തുനിഞ്ഞിട്ടേയില്ല. മറുവശത്തോ വെല്ലുവിളി, വക്കീൽ നോട്ടീസ്, മാനനഷ്ട കേസ്. ആ വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചപ്പോഴും കേസിന് പിന്മാറാൻ ഒരു തകർപ്പൻ ഓഫർ കടകംപള്ളിക്ക് സതീശൻ കൊടുത്തു. അതും അവഗണിക്കപ്പെട്ടു. കേസിന്റെ വിചാരണയിലും ഒരു അവസരം കൊടുത്തു. ഹൈക്കോടതി വിധികളിലുള്ള പരാമർശങ്ങളാണ് താൻ ആവർത്തിച്ചതെന്ന് സതീശൻ പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യം കടകംപള്ളിയുടെ വക്കീലിനുണ്ടായിരുന്നു. ഹൈക്കോടതി വിധിയിൽ അങ്ങനെയൊന്നുമില്ലെന്ന് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതുകൊണ്ടല്ലേ ഇതുവരെ പുറത്തു പറയാത്ത സ്വന്തം അന്വേഷണത്തെക്കുറിച്ച് വി ഡി സതീശന് കോടതിയിൽ വെളിപ്പെടുത്തേണ്ടി വന്നത്? ഇനി ആ തെളിവ് കോടതിയിൽ വരും. അവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. കോടതി തെളിവ് ചോദിച്ച തീയതികൾ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണും. തെളിവ് ചോദിച്ചപ്പോഴൊക്കെ പിന്നെ തരാം എന്ന് പറഞ്ഞ് 6 തവണയാണ് ഹിയറിംഗ് മാറ്റിവെച്ചത്. അതെന്തിന് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഓർക്കുക, 2025 ഒക്ടോബർ 8-നാണ് വി ഡി സതീശൻ ഈ ആരോപണം ഉന്നയിച്ചത്. വേണമെങ്കിൽ ഈ തെളിവുകൾ അപ്പോൾ തന്നെ പുറത്തുവിടാമായിരുന്നു. കടകംപള്ളി നിയമസഭയിൽ നടത്തിയ വെല്ലുവിളിക്ക് മറുപടിയായെങ്കിലും ആ തെളിവ് അദ്ദേഹം പിറ്റേന്ന് ഹാജരാക്കിയില്ലല്ലോ. അവസാനം വരെ കടകംപള്ളിയെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നാണ് പറവൂർ ശാസ്താവ് നിശ്ചയിച്ചു വെച്ചിരുന്നത്. അപ്പോഴാണ് ആരോപണം ഉന്നയിച്ച് 84 ദിവസമായിട്ടും ഒരു കീറ കടലാസ് പോലും കോടതിയിൽ തെളിവായി വി ഡി സതീശൻ ഹാജരാക്കിയില്ല എന്ന കടുത്ത പരിഹാസം കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ക്ഷമിക്കാൻ വി ഡി സതീശന് കഴിയില്ല. തന്റെ കൈവശമുള്ള തെളിവിനെ കീറക്കടലാസ് എന്ന് ആക്ഷേപിച്ച കടകംപള്ളിയോട് ഇനി ക്ഷമിക്കാൻ വി ഡി സതീശൻ തയ്യാറല്ല. പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 84 ദിവസമായി. കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല. അതുകൊണ്ട് ഈ വരുന്ന ജനുവരി 5-ന് കടകംപള്ളിക്കെതിരെയുള്ള സകല തെളിവും തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് സബ് ജഡ്ജിന് മുന്നിലെത്തും. അതോടെ കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. കീറക്കടലാസ് എന്നുള്ള ആ ഒരൊറ്റ പ്രയോഗമുണ്ടല്ലോ, അത് പറഞ്ഞതിനുള്ള ശിക്ഷ. ആ ശിക്ഷ സതീശനെതിരെ നാവ് ഉയർത്തുന്ന സകലർക്കും ഒരു പാഠമാകും. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ വി ഡി സതീശൻ. നേതാവായാൽ ഇങ്ങനെ തന്നെ വേണം. സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ പേയിൽ 7994903388 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.